ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കുട്ടികൾ അനുസരിക്കുന്നില്ല. എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. ഉപദേശം കൊടുക്കുന്നത് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു പ്രത്യേക കാലമാണ്. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയായിട്ട് നമ്മൾ വാർത്തകളിൽ കണ്ടു, 2 പെൺകുട്ടികൾ, +2 കഴിഞ്ഞ 2 പെൺകുട്ടികൾ, 17-18 വയസ്സ് ആ പ്രായത്തിലുള്ള 2 പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങി. അവരെ പൂനെയിൽ നിന്ന് അവിടെയുള്ള മലയാളി സന്നദ്ധ സംഘടന ആളുകൾ കണ്ടെത്തി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികൾ മീഡിയക്ക് മുമ്പിൽ, ചാനലുകൾക്ക് മുമ്പിൽ ആ കുട്ടികൾ സംസാരിച്ചത് ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അവർ പറഞ്ഞത് വീട്ടിൽ നിന്ന് എപ്പോഴും ഉപദേശങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്. അത് അനുസരിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. അത് നിർത്തിയാലേ ഞങ്ങൾ വീട്ടിൽ നിൽക്കുകയുള്ളൂ. അവരെ സ്വതന്ത്രമായിട്ട് വിടണം. എന്തും ചെയ്യാൻ, എന്തും ആക്കാൻ അവരെ വിട്ടയക്കണം. എന്നാലേ ഞങ്ങൾ വീട്ടിൽ നിൽക്കുകയുള്ളൂ എന്ന് 10-17 കൊല്ലം വേണ്ടതെല്ലാം ചെയ്ത് കൊടുത്ത് വളർത്തിയെടുത്ത അരുമകളായ മക്കള് പറയാണ്. അപ്പൊ നോക്ക് നിങ്ങൾ, അതിൻ്റെ ഒരു വിഷമം എത്രയാണ്. നമുക്കൊക്കെ അറിയാം നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കുന്നതിൻ്റെ വിഷമം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും, അവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും അതിൻ്റെ വിലയും ഒക്കെ നമുക്കറിയാം. എന്നിട്ട് അവരോടൊന്ന് ഉപദേശിക്കുമ്പോൾ, അവരോട് ഇങ്ങനെ മോളെ ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞൊരു ഉപദേശം കൊടുക്കുമ്പോൾ ഉമ്മന്റെയും ഉപ്പന്റെയും ഉപദേശം കേൾക്കാൻ അവർ തയ്യാറല്ലെങ്കിൽ എത്ര അപകടകരമാണ് കാര്യം. അവിടെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചില കുറുക്ക് വഴികൾ അതിനും പറയുകയാണ്. പക്ഷെ അതിന് നമ്മൾ തയ്യാറാകണം. അങ്ങനത്തെ ശീലങ്ങൾ നമ്മൾ കൊച്ചായ കാലം മുതൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ മക്കളിൽ വളർത്തിയെടുക്കണം. മറ്റൊന്നുമല്ല, ഞാൻ പള്ളിയിൽ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വിശാലമായിട്ട് സംസാരിക്കുന്നുണ്ട്. വളരെ ചെറിയ കാര്യമാണ്, അതിന് കിട്ടുന്നതാണെങ്കിലോ വലിയ നേട്ടവുമാണ്. 10ഓളം നേട്ടങ്ങൾ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. 10ഓളം നേട്ടങ്ങൾ. നമ്മൾ ആഖിറത്തിലെത്തുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. മറ്റെല്ലാ ഭൗതിക ചിന്തകളും ഒന്ന് ഒഴിവാക്കിയിട്ട് ആഖിറത്തിൽ നമ്മൾ എത്തുന്ന ഒരു ചിത്രം നമ്മളെ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്ക്. അള്ളാന്റെ റസൂല് പറയാണ്, ആഖിറത്തിലേക്ക് മുഅ്മിനീങ്ങളൊക്കെ എത്തിയിട്ട് അവരെങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാനും അള്ളാഹുവിന്റെ ആഖിറത്തിൽ ഉള്ള ആകാശ ലോകങ്ങളിലുള്ള അള്ളാഹുവിന്റെ വലിയ സൃഷ്ടികളെ കാണിച്ചു കൊടുക്കാനും വേണ്ടി കൊണ്ടുപോകും. അള്ളാനെ കാണാൻ നമുക്കൊക്കെ പൂതിയുണ്ടല്ലോ, താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്. അള്ളാഹ് നമ്മളെ പടച്ചു പരിപാലിക്കുന്ന അള്ളാനെ കാണാൻ നമുക്കൊക്കെ നല്ല ഇഷ്ടം വേണം, നമുക്ക് ആഗ്രഹം വേണം. അള്ളാഹുവിനെ കാണാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കാണാൻ, കൺകുളിർക്കെ കാണാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ അർശ് എന്ന് പറയുന്ന സൃഷ്ടിയെ കുറിച്ച് നമ്മൾ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്, അള്ളാഹുവിന്റെ കുർസി എന്ന് പറയുന്ന സൃഷ്ടിയെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ കലം എന്ന് പറയുന്ന സൃഷ്ടിയെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിന്റെ രൂപം എന്ന് നമുക്കറിയില്ല. എത്രത്തോളം അതിന് വലിപ്പമുണ്ട് എന്നറിയില്ല. അർശ് തന്നെ, ഈ ഭൂമിയും ആകാശവും അതിന്റെ അപ്പുറവും വലിപ്പമുണ്ട് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. ഈ സൃഷ്ടികളൊക്കെ ഭയാനകരമായ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പവും അതിന്റെ സംവിധാനങ്ങളും വലിയ രൂപത്തിൽ അത്ഭുതകരമാണ്, കൗതുകകരമാണ്. നമുക്ക് അത് കാണാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അത് നൽകുന്ന മുഅ്മിനീങ്ങളുണ്ട്. മലക്കുകളുടെ നേതൃത്വത്തിൽ ഈ മുഅ്മിനീങ്ങളെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അള്ളാഹുവിന്റെ അർശ് കാണാൻ വേണ്ടി. അള്ളാഹ് എപ്പോഴും ആ സംവിധാനമില്ല.
അത് മുഅ്മിനായി മരണപ്പെട്ടവർക്ക് മാത്രം കിട്ടുന്ന സംവിധാനമാണ്, സൗകര്യമാണ്. പക്ഷേ അങ്ങനെ നമ്മൾ അർശിന്റെ അടുത്തെത്തുമ്പോ കൗതുകകരമായി അർശിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അല്ലാ, എത്ര വലിയ അനുഗ്രഹമാണ് അർശ് കാണാൻ, കുർസി കാണാൻ, കലം കാണാനൊക്കെ ഉള്ള ഭാഗ്യം എന്ന് പറയുന്നത്. ആ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഓരോരുത്തരെങ്ങനെ വിളിക്കും, അർശിനെ ഒന്ന് തൊടണോ, അർശിന്റെ താഴ്ഭാഗത്തൊന്ന് അള്ളാഹുവിന്റെ ഇതിനെ പടച്ച അള്ളാഹുവിനൊന്ന് സുജൂദ് ചെയ്യണോ? അതിനുള്ള സൗകര്യം ചിലർക്കുണ്ട്. അവരെ വിളിച്ചുകൊണ്ട് അതിന് സൗകര്യം ഏർപ്പെടുത്തുമ്പോ എല്ലാവരെയും വിളിക്കുന്നില്ല മുഅ്മിനീങ്ങളെ. വല്ലാത്തൊരു അവസ്ഥയാണ്. അവിടെ വരെ എത്തിയിട്ട് അതിന്റെ താഴ്ഭാഗത്തൊന്ന് സുജൂദ് ചെയ്യാൻ. നമ്മൾ കഅബാലയം കാണാൻ പോയിട്ട് അവിടെ ഒന്ന് കഅബ കാണുന്ന സ്ഥലത്ത് വെച്ചൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ സങ്കടം പിന്നെ നമ്മൾ ആരോടാണ് പറയാ? അത്രയും വലിയ സങ്കടമാണ്. എന്നതുപോലെ കഅബാലയത്തിന്റെ അടുത്തേക്ക് ഇപ്പൊ നമ്മളെ ജീവിതകാലത്ത് കുറച്ച് കാശുണ്ടായാൽ നമുക്ക് പോകാൻ പറ്റും. എന്നാൽ ആഖിറത്തിലെത്തുമ്പോ അർശ് കാണാൻ അങ്ങനെ കാശുണ്ടായിട്ടൊന്നും കാര്യമില്ല. അവിടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കാണാനും അവിടെ ഒരു 2 റക്അത്ത് അല്ലെങ്കിൽ ഒരു സുജൂദ് ചെയ്യാനും കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ജീവിതത്തിൽ എല്ലാ ദിവസവും ഇതാണ് മരുന്ന്. ജീവിതത്തിൽ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ വുളു എടുക്കുന്നവനാണോ അവനെ അർശിന്റെ അടുത്തെത്തുമ്പോ മലക്കുകൾ വിളിച്ച് അർശിന്റെ അടുത്ത് സുജൂദ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ദിവസവും വുളു എടുത്ത് ഉറങ്ങാൻ വേണ്ടി വുളു എടുത്ത് പോകുന്നവർക്കുള്ള മഹത്വങ്ങൾ, അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നിടത്ത് അവിടെ പറയുന്നൊരു കാര്യമാണ് ഉപദേശങ്ങൾ കേൾക്കാനുള്ള മനസ്സ്, ഉപദേശങ്ങൾ അനുസരിക്കാനുള്ള മനസ്സുണ്ടാകും. അങ്ങനത്തെവരായിട്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണമെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾ കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് ഒരു 2 മിനിറ്റ് മാത്രമേ ആവുകയുള്ളൂ. നിസ്കാരത്തിന് വേണ്ടി ഒളു എടുക്കുന്ന രൂപത്തിൽ ഒളു എടുക്കുക. നമുക്കൊക്കെ അറിയാലോ, ഒളു എടുക്കാൻ അറിയാത്തവരില്ലല്ലോ. ഒരു വുളു എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഞാനത് വിശദമായിട്ട് അതിന്റെ ഫലങ്ങൾ മുഴുവനും പറയല്ല. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അർശിന്റെ താഴ്ഭാഗത്ത് സുജൂദ് ചെയ്യാൻ അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് വുളുവോടുകൂടെ കിടന്നുറങ്ങുന്നവരെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന്, നേരത്തെ ആ ഉമ്മ ചോദിച്ചതിനുള്ള മറുപടിയാണ്, മക്കൾ അനുസരിക്കാൻ വേണ്ടി, മക്കൾ ഉപദേശം കൊടുക്കുമ്പോ അത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി അവരെ നമ്മളും അവരും ഒക്കെ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് ഒന്ന് വുളു എടുക്കാൻ വേണ്ടി ശീലിപ്പിക്കുക. പല്ല് തേക്കലൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച് ഉടനെ നമ്മൾ പോയിട്ട് കിടന്നുറങ്ങിയാൽ നമ്മളെ പല്ല് കേടാവും. ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ നിന്ന് പല്ലിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ വുളു എടുക്കുക, ആ കൂട്ടത്തിലൊന്ന് പല്ല് തേച്ച്, അത് പ്രത്യേകം വേറെ സുന്നത്താണ്. അതിനുള്ള ഫലങ്ങൾ വേറെ ധാരാളമുണ്ട്, അതൊന്നും ഇപ്പൊ പറയുന്നില്ല. അങ്ങനെ ഒരു പല്ല് തേച്ച് ഒരു വുളു എടുത്തിട്ട് നേരെ പോയി കിടന്നാൽ നമുക്ക് ലഭിക്കുന്ന മഹത്വം വലുതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വാലിഹീങ്ങളായ ആളുകൾ, നല്ല മുഅ്മിനീങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ കണ്ടിരുന്ന ഒരു കാര്യമാണ്. ഹില്യത്തുൽ ഔലിയാ എന്ന ഗ്രന്ഥത്തിൽ ഒരു മഹാന്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം വുളു എടുത്തേ കിടക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, വുളു എടുത്തു ഉറങ്ങിയാൽ പിന്നെ ഉറക്കം കൊണ്ട് വുളു മുറിയുമല്ലോ. വുളു ബാത്തിലാകുന്ന മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ മദ്രസയിൽ പഠിച്ചത് അതിൽപ്പെട്ട ഒന്നാണ് ഉറങ്ങുക എന്നുള്ളത്. ഉറങ്ങുമ്പോൾ വുളു മുറിയും, ഉറപ്പാണ്. അത് മുറിഞ്ഞോട്ടെ, അതിന് കുഴപ്പമില്ല. നമ്മൾ വുളു എടുക്കുന്നത്
മുറിയില്ലേ എന്ന് നോക്കിയിട്ടല്ല, ഉറങ്ങാൻ പോകുമ്പോൾ വുളു എടുക്കണം. ഇപ്പൊ ഭർത്താക്കന്മാരുടെ കൂടെയാണ് നമ്മൾ കിടക്കുന്നത് എങ്കിൽ എന്തായാലും അവരുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം തട്ടിയാൽ തന്നെ വുളു മുറിയും. അതും നമ്മൾ നോക്കേണ്ടതില്ല. കിടക്കാനുള്ള മര്യാദയായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നതാണ് വുളു എടുക്കുക എന്നുള്ളത്. അത് നമ്മൾ ചെയ്യുക. പിന്നെ മുറിയില്ലേ അതൊന്നും നമ്മൾ നോക്കണ്ട. ഇശാ നിസ്കരിച്ച വുളു ഉണ്ട്, അത് മുറിഞ്ഞിട്ടില്ല, അങ്ങനെയല്ലട്ടോ. ഇത് കിടക്കാൻ വേണ്ടിയുള്ള വുളു എന്ന് പറഞ്ഞിട്ട് വേറെ പ്രത്യേക ഒരു വുളു തന്നെയാണ്. അത് നമ്മൾ ചെയ്താൽ അതിൻ്റെ ഗുണഫലമായിട്ട് ഇത് അനുഭവിക്കും. ധാരാളം തെളിവുകളുണ്ട്, ചരിത്രങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോവുകയല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇതിൻ്റെ ഫലം നമ്മുടെ മക്കളിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. മക്കൾ അനുസരണക്കേട് കാണിക്കുക എന്നുള്ള പണി പിന്നെ ഉണ്ടാവൂല. നല്ല മക്കളായിട്ട് നമ്മൾ ദീനിയായിട്ട് നടത്തുന്ന ഉപദേശങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കും, ഉറപ്പാണ്. ഇത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഗ്യാരണ്ടിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് നമ്മൾ ചെറിയ പ്രായത്തിൽ മദ്രസയിൽ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ മക്കളെ ശീലിപ്പിക്കണം ഇത്തരം നല്ല കാര്യങ്ങൾ. അപ്പോ ആ മക്കളെ കൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വേറെ രൂപത്തിലുള്ള ചിന്തകളൊക്കെ വരുന്ന കാലത്ത്, ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രമാകണം എന്നുള്ള ചിന്ത ഇന്ന് കൂടി വരികയാണ്. അങ്ങനത്തെ കാലത്ത് അവരെ നമ്മളുടെ പിടുത്തത്തിൽ, നമ്മളുടെ ഉപദേശത്തിന്റെ ഉള്ളിൽ അവരെ കിട്ടുന്ന ഒരു പണിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉപദേശിച്ചത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ മഹാൻ വുളു എടുത്ത് കിടക്കും. അത് പറഞ്ഞ് ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ്. ആ മഹാൻ എന്നും വുളു എടുത്ത് കിടക്കും. ഒരു ദിവസം വുളു എടുത്ത് കിടന്നിട്ട് പിന്നെ ഉണർന്നാൽ എന്തായാലും മനസ്സിലാക്കാലോ വുളു മുറിഞ്ഞിട്ടുണ്ട് എന്ന്. വീണ്ടും ഉറങ്ങണമെങ്കിൽ ആ മഹാൻ വീണ്ടും വുളു എടുക്കാൻ പോവുകയാണ്. വുളു എടുക്കാൻ പോകുമ്പോ വെള്ളമില്ലാതെ വെള്ളം അന്വേഷിച്ചു നോക്കുമ്പോൾ വീട്ടിൽ വെള്ളമില്ല. അങ്ങനെ അദ്ദേഹം വീട്ടിന്റെ പുറത്തിറങ്ങി മുറ്റത്ത് നിന്ന് മണ്ണിൽ കൈയടിച്ച് തയമ്മൻ ചെയ്ത് വുളു എടുക്കുകയാണ്. തയമ്മൻ ചെയ്തിട്ട് വന്നിട്ട് കിടക്കുകയാണ്. വുളുവിന് പകരം തയമ്മൻ ചെയ്ത് വന്ന് കിടക്കുകയാണ്. ഇത്രത്തോളം വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ സമീപിച്ചിരുന്നു മഹാന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്തരം ചെറിയ ചെറിയ അമലുകളാണെങ്കിലും അത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ.